ഉത്തർപ്രദേശിലെ ലക്നൌവിലെ പങ്കേത എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മനോജ് ലോധി എന്ന് പറയുന്ന 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 21, 2025 ഒരു ഈവനിങ് ടൈമിൽ ഈ മനോജ് രോഹിത് രജ്പുത്ത് എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിനെ വിളിക്കുകയായിരുന്നു. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു സുഹൃത്തിനെ വിളിച്ചത്. അപ്പോൾ രോഹിത് പറഞ്ഞു, എനിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്, നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മനോജ് നിർബന്ധിക്കുകയായിരുന്നു. അവസാനം ഇവർ രോഹിത് സമ്മതിച്ചു, ആ ഓക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഈവനിങ് ഒരു 6 കഴിഞ്ഞ ടൈമിൽ ഈ ഒരു എന്താ പറയുക, രോഹിത്തിൻ്റെ വീട്ടിലോട്ട് മനോജ് വന്നിങ്ങേറ്റ് ബൈക്കിന് ഈ മനോജ് ഈ രോഹിത്തിനെയും പിക്ക് ചെയ്ത് ഇങ്ങേറ്റ് നേരെ അവിടെ നിന്ന് പോവുകയായിരുന്നു. രോഹിത് ഇറങ്ങിയ ടൈമിൽ വീട്ടിൽ ചോദിച്ചു എപ്പോൾ വരും എന്നുള്ളത്. അപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും പരിപാടിയും കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രോഹിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ രാത്രി 10 മണി കഴിഞ്ഞിട്ടും രോഹിത്തിനെ കാണാതായപ്പോൾ പാരൻസ് രോഹിത്തിനെ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ അവർ മനോജിൻ്റെ ഫോണിൽ ട്രൈ ചെയ്യുകയായിരുന്നു. എന്നാൽ ആ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഫോൺ ഓഫ് ചെയ്തിട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ടെൻഷനിലായി വീട്ടുകാർ. ഈ ഒരു സെയിം ടൈമിൽ ഇവരുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ബ്രിഡ്ജിലൂടെ ഒരാൾ വരുമായിരുന്നു. അധികം അങ്ങനെ ആളുകളൊന്നും വരാത്തൊരു ബ്രിഡ്ജായിരുന്നു അത്. ആളിങ്ങനെ വരുമ്പോൾ റോട്ടിൽ 2 പേര് കിടക്കുന്നത് കണ്ടു. അങ്ങനെ ആൾ നേരെ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ബ്ലഡിൽ കുളിച്ച 2 പേരെയായിരുന്നു ആൾ കണ്ടത്. ഫേസും കാര്യങ്ങളും നോക്കിയപ്പോൾ ആൾക്ക് ഇത് ആരാണെന്ന് മനസ്സിലായി. അത് മറ്റാരും ആയിരുന്നില്ല, ഈ മനോജും രോഹിത്തും ആയിരുന്നു. ആളും ആ ഒരു സെയിം വില്ലേജിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഉടനെ തന്നെ അവിടെ നിന്ന് വില്ലേജിലുള്ള ആളുകളെ അയാൾ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് പോയ അവർക്ക് 2 പേർക്കും എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അവർ ബർത്ത്ഡേ പാർട്ടിക്ക് തന്നെയാണോ പോയത്? പോലീസ് എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അവിടെ എത്തിയ ആള് ഗ്രാമത്തിലോട്ട് വിളിച്ച് ആളുകളെ കൂട്ടി. അതിൽ ചിലർ ഈ ഒരു രോഹിത്തിൻ്റെയും അതുപോലെ തന്നെ മനോജിൻ്റെയും വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവരെല്ലാവരും കൂടെ നേരെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയായിരുന്നു. അപ്പോഴത്തേനും ചില ആളുകൾ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരും സ്ഥലത്തോട്ടെത്തി അവർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. നടു റോട്ടിൽ ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ അവർ സെക്യൂർ ചെയ്തു. തെളിവുകളും മറ്റും ശേഖരിക്കാനായിട്ട് തുടങ്ങി. ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അവർ നോക്കിയ സമയത്ത് ഇവരുടെ 2 പേരുടെയും ബൈക്ക് ഉണ്ടല്ലോ, ഇവർ 2 പേരും വന്ന ബൈക്ക് ഉണ്ടല്ലോ, അതവിടെ സ്റ്റാൻഡ് ഇട്ട് വെച്ചേക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവർ 2 പേരും റോട്ടിലാണ് കിടക്കുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കൊല ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ആയുധങ്ങളൊന്നും തന്നെ അടുത്തൊന്നും കാണുന്നില്ല. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ഇവർ 2 പേരും തമ്മിൽ കുത്തിച്ചാവാനുള്ള സാധ്യതയില്ല. അങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായാനെ. അതുപോലെ തന്നെ കൊല ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആയുധങ്ങളും അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചാനെ. അതേപോലെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാൻഡ് ഇട്ട് അവിടെ വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ ആരോ വന്ന് ഇവരെ ഇടിച്ചു വീഴ്ത്തി വെട്ടിയതല്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അവിടെ എത്തി ഇവർക്ക് പരിചയമുള്ള ആരുടെയോ അടുത്തോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്ത് ഇവരെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. സോ ഇവർക്ക് അറിയാവുന്ന ആരോ ആണ് കൊലപാതകം നടത്തിയത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഇവരുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. അതിൽ നിന്നും പോലീസിന് സുപ്രധാനമായിട്ടുള്ള ഒരു ക്ലൂ ലഭിക്കുകയുണ്ടായി. അതായത് ഈ മനോജിനെ 22 തവണ ആളുകൾ കുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 22 കത്തിക്കുത്തേറ്റ പാടുകൾ മനോജിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. ഈ രോഹിത്തിൻ്റെ ദേഹത്താണെന്നുണ്ടെങ്കിൽ 3 തവണയായിരുന്നു കുത്തേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊല ചെയ്യാനായിട്ട് വന്ന ആളുകളുടെ ലക്ഷ്യം മനോജ് ആയിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. രോഹിത് കൊളാറ്ററലായിരുന്നു. അതായത് ഇയാളിനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി, ഇനിയിപ്പോൾ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞ് തങ്ങളിലോട്ട് എത്തണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം രോഹിത്തിനെയും കൂടെ അവർ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു തീരുമാനത്തിൽ, ഒരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. ഇവരെ ആര് എന്തിനു കൊന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും തുമ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മനോജിനെ കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കി. അങ്ങനെ ആളുടെ ബാക്ക്ഗ്രൗണ്ട്, ആളുടെ ഫോൺ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. ITയിൽ പഠിക്കായിരുന്നു മനോജ്. അതുപോലെ തന്നെ ഒരു ചെറിയ കമ്പനിയിൽ ആൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മനോജിൻ്റെ ഫോൺ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ആളുടെ ഫോണിൽ 2 സിം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു നമ്പറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർ സാധാരണ നമ്പർ. ആളുടെ ഫ്രണ്ട്സിനെ, ഫാമിലി മെമ്പേഴ്സിനെ, അതേപോലെ തന്നെയുള്ള എല്ലാവരെയും വിളിച്ചിരുന്നത് ഒരു നമ്പറിൽ നിന്നായിരുന്നു. അതുപോലെ ആളുടെ ഫോണിലിട്ടിൻ്റെ 2ാമത്തെ സിം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ആ ഒരു സിമ്മിൽ നിന്ന് ആള് എന്താ പറയുക ആകെപ്പാടെ ഒരു നമ്പറിലോട്ട് മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ആ ഒരു നമ്പറിൽ നിന്ന് ഇയാളുടെ നമ്പറിലോട്ട് മാത്രമേ കോളും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു സിമ്മിൻ്റെ ഓണറെ കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് എവിടെയും എത്താതെ പോവുകയാണ്. മുഹമ്മദ് ഇദ്രീസ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു ആ ഒരു സിം ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഫേക്ക് സിം കാർഡ് ആയിരുന്നുവെന്നും ഈ പറയുന്ന വ്യക്തിയും ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് പോലീസുകാരും മനസ്സിലാക്കുകയാണ്. സോ ഇയാളെ കറക്റ്റായിട്ട് ആരോ ട്രാപ്പ് ചെയ്തതാണെന്നുള്ളത് പോലീസിന് 100% ഉറപ്പായി. പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ അങ്കിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നമ്പറിൽ നിന്നും ഈ മനോജിന് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാരാണെന്ന് മനോജിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ ചോദിച്ച സമയത്ത് ഈ മനോജിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു അങ്കിത എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇവർ സ്കൂൾ ടൈമിൽ തുടങ്ങിയിട്ടുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിവാഹം കഴിക്കാനായിരുന്നു രണ്ടുപേർക്കും താല്പര്യം. എന്നാൽ അങ്കിതയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അതേപോലെ ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായമായ ഒരു ടൈമിൽ വീട്ടുകാർ കല്യാണം ആലോചിക്കുന്ന ഒരു സമയത്ത് മനോജാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടിയെ വേറെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷവും ഇവർ തമ്മിലുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ തുടർന്ന് വന്നിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്കിതയെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. നേരെ അങ്കിതയുടെ വീട്ടിലോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ അങ്കിതയും ആളുടെ ഹസ്ബൻഡായിട്ടുള്ള മഹേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ മഹേന്ദ്രകുമാറിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആള് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആളൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. ആ സമയത്ത് അങ്കിത ഏകദേശം 3 മാസം ഗർഭിണിയായിരുന്നു കേട്ടോ. അങ്ങനെ പോലീസുകാർ അങ്കിതയെ വിളിച്ചു, അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. ഇതേപോലെ മനോജും നിങ്ങളും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും അറിയോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പോലീസുകാരോട് പറയാണ്, ഞാൻ മനോജും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അല്ലാതെ ആൾക്ക് എന്താണ് പറ്റിയതെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ആൾക്ക് വല്ല ശത്രുക്കളുണ്ടോ തുടങ്ങിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും എനിക്കറിയില്ല. ഞാനിതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിൽ പോലീസുകാരുടെ അടുത്ത് അങ്കിത പറയുകയായിരുന്നു. പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ ഈ മഹേന്ദ്രകുമാറുണ്ടല്ലോ, ആളുടെ കയ്യിൽ വലത് കയ്യിലൊരു കെട്ടുണ്ട്. അപ്പോൾ അതെന്ത് പറ്റിയതാണെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ അത് മുന്നേ ഉണ്ടായിരുന്ന ഒരു മുറിവാണ്, പുതിയ ബാൻഡേജ് രണ്ടാമത് കെട്ടിയേക്കുന്നതാണെന്നുള്ള രീതിയിലായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ പോലീസുകാർക്ക് എന്തോ സംശയം തോന്നിയിട്ട് അത് അഴിച്ചു നോക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളൊരു വൂണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന് മുൻപ് ആൾ ബാൻഡേജോ മറ്റോ കെട്ടിയതിൻ്റെ ഒന്നും യാതൊരു പാടുകളും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളൊന്നും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഒരു ഫ്രഷ് വൂണ്ടിൽ ഫ്രഷ് ആയിട്ട് ബാൻഡേജ് കെട്ടിയേക്കുന്നതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. സോ അയാൾ നുണ പറയുന്നതാണെന്ന് പോലീസിന് ആ ഒരു സമയത്ത് തീർച്ചയാവുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആ കൊലപാതകങ്ങൾക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ പോലീസുകാർ മഹേന്ദ്രയെയും അതുപോലെ തന്നെ അങ്കിതയെയും കസ്റ്റഡിയിലെടുക്കുകയാണ്. എന്നിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തു. ആദ്യം ഇവർ രണ്ടുപേരും തങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളത് പറഞ്ഞെങ്കിലും പിന്നീട് പോലീസുകാർക്ക് എന്താ പറയുക അത്യാവശ്യമുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവരെ നല്ല ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവസാനം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ എന്തിന്, അതേപോലെ തന്നെ എങ്ങനെ, എന്തുകൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ച് പോലീസുകാർ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ സ്റ്റോറി പറയാനായിട്ട് തുടങ്ങി. വിവാഹത്തിന് ശേഷവും ഈ ഒരു മനോജും അങ്കിതയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. അതായത് ഈ മഹേന്ദ്ര ആള് പോലീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ആൾ വീട്ടിലുണ്ടാവില്ല. ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. ആ സമയങ്ങളിൽ ഈ അങ്കിത മനോജിനെ വീട്ടിലോട്ട് വിളിച്ച് വരുത്താറുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള ടൈമും കാര്യങ്ങളും അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആരും അറിയാതെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് നാളുകൾ മുന്നോട്ട് പോയി. എന്നാൽ 2024 ഡിസംബർ ടൈമിൽ ഈ മനോജിൻ്റെയും അങ്കിതയുടെയും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇങ്ങേറ്റ് മഹേന്ദ്ര അറിയുകയാണ്. അങ്ങനെ അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്കിത പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പോൾ അങ്കിതയും മനോജും തമ്മിലുള്ള ബന്ധം ഏകദേശം പൂർണ്ണമായിട്ടും ഒഴിവായോ എന്നുള്ളൊരു സംശയം ഈ മഹേന്ദ്രക്ക് ഉണ്ടായിരുന്നു. സോ അയാളുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ അങ്കിതയുടെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ആൾക്ക് മനസ്സിലാവുകയാണ്. ഇവർ രണ്ടുപേരെയും കയ്യോടെ പിടികൂടണം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാവാം ഒരു ദിവസം ഇയാൾ ജോലിക്ക് പോകുന്നു, കുറച്ചൊക്കെ വൈകി വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പോയി. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ചു വരികയാണ്. ആൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആ വീട്ടിലുണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഇയാൾ കയ്യോടെ പിടികൂടുകയും ചെയ്തു. അന്ന് ഈ ഒരു മഹേന്ദ്ര മനോജിനെ നല്ല രീതിയിൽ അടിക്കുകയുണ്ടായി. അതായത് അവിടെ നിന്ന് അടികൊണ്ട് എങ്ങനെയൊക്കെയോ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു മനോജ്. എന്നാൽ ആളുടെ വൈഫായിട്ടുള്ള അങ്കിതയെ ആൾ ഉപദ്രവിച്ചില്ല. ആ സമയത്ത് അങ്കിത പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡിൽ ആൾ ഉപദ്രവിച്ചില്ല. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ അടുത്ത് ആള് സംസാരിക്കുകയായിരുന്നു. ഒരുപാട് ചീത്ത പറഞ്ഞു അങ്കിതയെ. എന്നിട്ട് ആള് ഒരു ചോദ്യം ചോദിക്കുകയാണ് അങ്കിതയുടെ അടുത്ത്. ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്.
ആ ഒരു ഉത്തരം കേട്ട് യഥാർത്ഥത്തിൽ മഹേന്ദ്ര തകർന്നു പോവുകയാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ മനോജ് ആണെന്നുള്ളതായിരുന്നു ഈ ഒരു അങ്കിത പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഈ എന്താ പറയുക, മഹേന്ദ്ര ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഞാൻ വേണോ അവൻ വേണോ എന്നുള്ളതായിരുന്നു. ആ ഒരു ചോദ്യം കേട്ട് അങ്കിത ആകെപ്പാടെ സ്റ്റക്കാവുകയാണ്. അവസാനം എനിക്ക് നിങ്ങളെ മതിയെന്ന് മഹേന്ദ്രയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അവനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഈ ഒരു മഹേന്ദ്ര എത്തുകയായിരുന്നു. ഇത് കേട്ട് മഹേന്ദ്ര ഹാപ്പിയായി. എന്നേക്കുമായിട്ട് മനോജിനെ ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു ആളുടെ പ്ലാൻ. അപ്പോൾ ആള് വൈഫിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെ മനോജിനെ ഇല്ലാതാക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അയാളെ കൊല്ലണം എന്നുള്ളൊരു കാര്യം തൻ്റെ വൈഫിൻ്റെ അടുത്ത് ഈ മഹേന്ദ്ര പറയുകയായിരുന്നു. ആദ്യം ആ ഒരു വൈഫ് ഒന്ന് പതറിയെങ്കിലും പിന്നീട് അവർ സമ്മതിക്കുകയായിരുന്നു. ഓക്കെ, അയാളെ കൊല്ലാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഇവർ രണ്ടുപേരും എത്തുകയായിരുന്നു. ഈ മഹേന്ദ്രയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു പോലീസുകാരനാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ എങ്ങനെയൊക്കെ കേസ് അന്വേഷിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ആൾക്കുണ്ടായിരുന്നു. സോ പോലീസ് പിടിക്കാതെ എങ്ങനെ ആ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചായി പിന്നെ ആളുടെ ചിന്ത. അങ്ങനെയാണ് ആള് 2 ഫേക്ക് സിം കാർഡ് സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് അത് ആളുടെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഈ സിം ത്രൂ ആയിരിക്കണം. ഇതൊരു ഫേക്ക് സിം ആയതുകൊണ്ട് തന്നെ ഇത് ട്രാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോലീസുകാർ നമ്മളുടെ അടുത്തോട്ട് വരില്ല. അവനോട് ഈ ഒരു സിം യൂസ് ചെയ്യാനായിട്ട് പറയും. അതേപോലെ തന്നെ നീയും വേറൊരു ഫോണിൽ ഈ ഒരു സിം യൂസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടത്താമെന്നുള്ളത് പറയുകയായിരുന്നു. അങ്ങനെ ആസ് പെർ പ്ലാൻ അങ്കിത മനോജിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ഇപ്പം ഏകദേശം തണുത്ത മട്ടാണ്. എനിക്ക് എന്തായാലും നിന്നെ കാണണം, കാണാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. മനോജിന് ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അങ്കിത് ഇത്രയും കോൺഫിഡൻസോടുകൂടി വിളിച്ചപ്പോൾ മനോജ് അങ്ങോട്ട് ചെല്ലുകയാണ്. ആ ഒരു ടൈമിൽ മനോജിനെ കെട്ടിപ്പിടിച്ച് ഈ ഒരു സ്ത്രീ കരയുകയാണ്. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനും കാര്യങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിം എടുത്തങ്ങായിട്ട് ഈ മനോജിനെ അവർ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വെറുതെ പോയി ഏരിപ്പെടണ്ട, ഈ ഒരു സിം ത്രൂ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. ഈ സിമ്മിൽ നിന്ന് എന്നെ മാത്രം വിളിക്കാൻ പാടുള്ളൂ. ഈ നമ്പർ ആർക്കും കൊടുക്കാനും പാടില്ല. അതേപോലെ തന്നെ ഞാൻ ഇതേപോലെ ഒരു പുതിയ സിം എടുക്കുന്നുണ്ട്, ആ സിമ്മിൻ്റെ നമ്പർ ആർക്കും കൊടുക്കാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും മാത്രം ഈ 2 സിം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു സിം മനോജിൻ്റെ അടുത്ത് അങ്കിത കൊടുത്തത്. അങ്കിത പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച മനോജ് പിന്നീട് അങ്കിതയെ കോൺടാക്ട് ചെയ്തത് മുഴുവൻ ആ ഒരു സിമ്മിൽ നിന്നും മാത്രമായിരുന്നു. അങ്ങനെ ഒരു 3-4 ആഴ്ച ആ ഒരു സിം ത്രൂ അവർ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ആ ഒരു മഹേന്ദ്ര ഇല്ലാത്ത ടൈമിൽ മനോജ് വീണ്ടും അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അവരുടെ റിലേഷൻ പിന്നെയും സ്മൂത്തായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുമായിരുന്നു എന്നാണ് മനോജ് വിചാരിച്ചത്. എന്നാൽ ഇതൊക്കെ ഒരു ട്രാപ്പാണെന്നുള്ളത് ആള് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി മാർച്ച് 21, 2025. അപ്പോൾ അന്നൊരു വൈകുന്നേരം ഒരു 6 മണിയോട് അടുത്ത സമയത്ത് ഈ അങ്കിത മനോജിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഹസ്ബൻഡ് വീട്ടിലുണ്ട്, ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി, എനിക്കൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഞാൻ ഇന്ന സ്പോട്ടിൽ നിൽക്കുന്നുണ്ട്, എന്തായാലും നീ അങ്ങോട്ടൊന്ന് വാ, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ മനോജിനെ വിളിച്ചത്. ആ ഒരു സമയത്താണ് മനോജ് നേരെ തന്നെ തൻ്റെ സുഹൃത്തായിട്ടുള്ള രോഹിത്തിനെ വിളിച്ചിട്ട് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, നമുക്ക് അതിന് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ മനോജാണെന്നുണ്ടെങ്കിൽ രോഹിത്തിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്കിതയെ കാണാൻ പോവുകയാണെന്നുള്ളത്. ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, എന്തായാലും നീ വരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കൂട്ടിക്കൊണ്ട് പോയത്. എന്നാലും പോകുന്ന വഴിക്ക് തന്നെ പറഞ്ഞു അങ്കിതയെ കാണാനായിട്ട് പോവാണ്, ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് പോയിട്ട് സംസാരിച്ചിട്ട് വരാം, ജസ്റ്റ് ഒന്ന് കൂട്ടിന് വരാൻ പറഞ്ഞായിട്ട് വിളിച്ചുകൊണ്ട് പോയാണെന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രോഹിത്തിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്ക് ഇവരുടെ രണ്ടുപേരുടെയും ബന്ധത്തിനെ കുറിച്ച് അറിയാം. ഈ ഒരു കല്യാണത്തിന് ശേഷം ഈ ബന്ധവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അറിയാം. അതായത് അവർ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർ രണ്ടുപേരും നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയായിരുന്നു രോഹിത്. അങ്ങനെയാണ് ആ ഒരു പാലത്തിൻ്റെ അടുത്തോട്ട് ഇവർ രണ്ടുപേരും എത്തുന്നത്. ആ സമയത്ത് ഒരു സ്കൂട്ടിയിൽ അങ്കിത അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മനോജ് അവിടെ ഇറങ്ങി. ഇവർ രണ്ടുപേരും കുറച്ചങ്ങ് മാറി സംസാരിച്ചു. രോഹിത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറി നിന്നു. അപ്പോൾ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു 4 പേര് അവിടെ നിന്ന് ഓടി വരുന്നത്. അപ്പോഴാണ് ഇതൊരു ട്രാപ്പാണെന്നുള്ള കാര്യം മനോജിന് മനസ്സിലാകുന്നത്. ആ ഓടി വന്നവർ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ മഹേന്ദ്ര ആയിരുന്നു. പിന്നെ അങ്കിതയുടെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. മനോജിൻ്റെ ഒരു നെഫ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 4 പേരും കൂടെ ഓടി വന്ന് ഇയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് രോഹിത് ഇത് തടയാനായിട്ട് ഓടി അങ്ങോട്ട് വരികയാണ്. ഈ ഒരു പയ്യൻ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാണിച്ചു കൊടുക്കും എന്നുള്ളത് അവർക്ക് ഉറപ്പായി. അങ്ങനെ രോഹിത്തിനെയും അവർ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അവർ അവിടെ നിന്ന് സ്ഥലം വിട്ടു. കുത്തുകൊണ്ട് വഴിയിൽ കടന്ന് ബ്ലഡ് ലോസ് കൊണ്ട് അവർ രണ്ടുപേരും മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഫോണും കാര്യങ്ങളൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി.
അപ്പോൾ ഇയാളുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഈ സിം കാർഡും കാര്യങ്ങളൊക്കെ ഫേക്ക് ആയതുകൊണ്ടും ഇവർ രണ്ടുപേരും മാത്രം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് കൊണ്ടും ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുടെ പേരിലെടുത്തൊരു ഫേക്ക് സിം കാർഡ് ആയതുകൊണ്ടും ഒരിക്കലും പോലീസുകാർ അവരിലോട്ട് എത്തില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു പോലീസുകാരനായിട്ടുള്ള മഹേന്ദ്ര വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ അങ്കിത അന്നത്തെ ദിവസം ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഫേക്ക് സിം കാർഡിൽ നിന്ന് ഈ ഒരു മനോജിനെ വിളിക്കേണ്ടതിന് പകരം ഒരു തവണ അവർ അറിയാതെ അവരുടെ സ്വന്തം നമ്പറിൽ നിന്ന് മനോജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അബദ്ധമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരിലോട്ട് ആ ഒരു കേസ് എത്താനുണ്ടായ ഒരു കാരണമായിട്ട് പറയുന്നത്. പോലീസുകാർ അങ്കിത ആരാണെന്ന് ഈ ഒരു മനോജിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തും ഒക്കെ ചോദിച്ചപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ മനോജിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുകയാണ്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെന്റ് പോലീസിന് തീർച്ചയാവുകയാണ്. പോലീസുകാർക്ക് അത് വെച്ച് കണക്ട് ചെയ്യാനും ഒരുപാട് എളുപ്പമായി. ഫൈനലി അവരെല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.